ഹായ്, വെൽക്കം ടു FSK ഡിഫൻസ് അക്കാദമി. നമ്മൾ എല്ലായ്പ്പോഴും ഒരു നല്ലൊരു കരിയർ, നല്ലൊരു ജോലി സാധ്യത തപ്പി ജോലി സാധ്യത തിരഞ്ഞു കണ്ടുപിടിക്കുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെയധികം കോമ്പറ്റീഷൻ കൂടിയതായ കാലഘട്ടമാണ്. ഒരുപാട് യുവാക്കൾ സിൻസിയർലി എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെ കറക്റ്റ് ഒരു പ്രോപ്പർ ജോബില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ ശരാശരി കണക്കെടുത്താൽ തന്നെ നമുക്ക് നോക്കാം. പല യുവാക്കളും പുറത്തേക്കാണ് നോക്കുന്നത്, ഇന്ത്യയുടെ പുറത്തേക്കൊക്കെ. കേരളത്തിൽ അങ്ങനെ ആരും നിൽക്കുന്നില്ല, അതേമാതിരി തന്നെ ഇന്ത്യയിൽ ആരും നിൽക്കുന്നില്ല. ജോലിയുണ്ട്, പക്ഷെ ജോലിക്ക് കറക്റ്റായ സാലറി കിട്ടുന്നില്ല. അപ്പോൾ ഇതെല്ലാം മറികടക്കാൻ വേണ്ടി എല്ലാ യുവതികൾക്കും ഇനി പുതിയൊരു ഓപ്പർച്യൂണിറ്റി FSK ഡിഫൻസ് അക്കാദമിയുടെ കീഴിൽ നിങ്ങൾക്കായി തുറന്നു തരികയാണ്. ഓക്കെ, ഈസി GD 1.0 എന്ന പുതിയ പ്രീമിയം ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. ഈസിയായി GD നമ്മൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പുതിയ ബാച്ചാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് FSK ഡിഫൻസ് അക്കാദമിയുടെ കീഴിൽ. പരിചയസമ്പന്നരായ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് മികവ് തന്നെയാണ് ഈ അക്കാദമിയുടെ വിജയം എന്ന് പറയുന്നത്. ഈ വരുന്ന 2024 ആഗസ്റ്റ് എൻഡിലേക്ക് വരാൻ SSC പറഞ്ഞിട്ടുള്ള ലാസ്റ്റിലേക്ക് വരുന്ന SSC GD എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു പ്രീമിയം ബാച്ചാണ് നമ്മൾ ഈസി GD 1.0 എന്നതിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും സെറ്റല്ലേ? നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങിയാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ആദ്യ ഭാഗം പാർട്ട് 1 നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്നാം പാർട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി ഒന്ന് കാണണം. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. ബേസിക്കായി ഇംഗ്ലീഷ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. പലർക്കും ഇംഗ്ലീഷ് ഒരു പേടി സ്വപ്നമാണ്. എന്നാൽ FSK അക്കാദമിയുടെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത് മുഖേന നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ന പേടി സ്വപ്നം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. നിങ്ങൾക്ക് ഇംഗ്ലീഷിനോട് ഇഷ്ടവും എല്ലാം തോന്നി തുടങ്ങും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഒരു യൂണിഫോം ജോലി വേണ്ടേ? നല്ലൊരു കരിയർ ബിൽഡാക്കി എടുക്കാം. നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, ലെറ്റ്സ് ക്ലാസ് ദ സ്റ്റാർട്ട്. ഓക്കെ, വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ ഞാൻ ഒരിക്കലും കൂടെ പറയാണ്, നമ്മളെ ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷമേ രണ്ടാമത്തെ പാർട്ട് കാണാൻ പോകും. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡീറ്റെയിലായി ഇംഗ്ലീഷിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയും ഇംഗ്ലീഷിൽ ചോദിക്കാവുന്ന മോഡൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മുഖേനയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്യോഗാർത്ഥികളെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ക്ലാസ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, ബേസിക് ക്ലാസ് ഓഫ് ഇംഗ്ലീഷ് തീരെ ഒന്നും അറിയാത്ത ആളുകൾക്ക് തന്നെ ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടുത്തും. ഓക്കെ, മത്സര പരീക്ഷയിൽ എല്ലാവർക്കും എല്ലാ മത്സര പരീക്ഷയും ഇംഗ്ലീഷിൻ്റെ കണ്ടൻറ്റ് വളരെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ സിംഗുലർ നൗൺ സിംഗുലർ നമുക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്. അവൻ സിംഗിളാണ്, ഇവള് സിംഗിളാണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ അർത്ഥം സിംഗിൾ, ഒന്ന് അല്ലേ. സിംഗുലർ എന്ന് പറഞ്ഞാലോ നമ്മുടെ മലയാളത്തിൽ ഏകവചനം, ഒന്നിനെ സൂചിപ്പിക്കുന്ന വേർഡിനെ നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സിംഗുലർ സബ്ജക്റ്റിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കൂ. ഹി എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥമാക്കുന്നത്? അവൻ അല്ലേ. ഹി എന്ന് പറഞ്ഞാൽ അവൻ. ഇനി പഠിക്കുക, കണ്ണടച്ച് പഠിക്കുക, നോട്ട് ബുക്ക് മുമ്പിൽ എഴുതി വെക്കുക. ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് ഹി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഷീ എന്ന് പറഞ്ഞാലോ ഷീ എന്ന് പറഞ്ഞാൽ അവൾ അല്ലേ. അവൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഏകവചനല്ലേ, ഒരാളെയല്ലേ പറ്റി പറയുന്നത് ആണ്. അടുത്തത് നോക്കൂ. ഇറ്റ് നമ്മൾ പല വാക്കും കാണും. ഇറ്റിൻ്റെ അർത്ഥം എന്താ? ഇത് എന്നുള്ള അർത്ഥമാണ്. ഇത് എന്ന് പറഞ്ഞാൽ അതൊന്നാണ്. ഈ സാധനം അത് നമ്മൾ ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് ഇറ്റ്. അതൊരു ഏകവചനമാണ് അല്ലേ, ആണ്. അടുത്ത വേർഡൊന്ന് നോക്കി. ദിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അങ്ങനെ. നമ്മൾ വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോയി ഇതിൻ്റെ വില എത്ര അല്ലേ, ഈ ക്യാരറ്റിൻ്റെ വില എത്ര, അതിൻ്റെ വരും ദിസ്
ദിസ് ഈസ് വാട്ട് ഈസ് റേറ്റ് ഓഫ് ചോദിച്ചു. ഇതിൻ്റെ റേറ്റ് എത്ര എന്നൊക്കെ ചോദിക്കും. ആ ദിസ് എന്നാലും ഇതെന്ന് ഉദ്ദേശിക്കുന്നത് സിംഗുലർ ഏകവചനത്തെ തന്നെയാണ്. അടുത്തത് പറഞ്ഞാൽ ദാറ്റ് എന്നാലോ ദാറ്റ് എന്നാൽ അത്. ഒന്ന് പാടെ നോക്കിയേ. ഹി എന്ന് പറഞ്ഞാൽ അവൻ, അവൻ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ ഏതുമായിക്കോട്ടെ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, കാണാതെ പഠിക്കുക. ഏത് ഉറക്കത്ത് ചോദിച്ചാലും ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഇറ്റ് പറഞ്ഞാൽ ഇത്, ദിസ് പറഞ്ഞാൽ ഇത്, ദാറ്റ് പറഞ്ഞാൽ അത്. ഈ 5 വേർഡ്സാണ് സിംഗുലർ ഏകവചനം. നമ്മൾ ഗ്രാമർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബേസിക്കായ ഇംഗ്ലീഷിൻ്റെ ചെറിയൊരു നോളജും ചെറിയൊരു അർത്ഥവും നമുക്ക് മസ്റ്റായിട്ടും വേണം. എന്നാലേ നമുക്ക് ഗ്രാമർ ഈസിയായി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ECGD അത് SSC GD ചോദിക്കാവുന്ന എറർ സ്പോട്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നിവയിലേക്കൊക്കെ നമുക്ക് ആവശ്യമായൊരു വേർഡാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ. ആ ഗ്രാമർ അറിയുന്നുണ്ടെങ്കിൽ ഈ വേർഡ്സൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് അറിയണം. എന്നാലേ നമുക്ക് ഗ്രാമർ പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അത് മുഖേന നമുക്ക് എറർ സ്പോട്ടിങ്ങും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അതുപോലെ തന്നെ ഈസിയായി നമുക്ക് മാർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. യൂണിഫോം ജോലി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. FSK ഡിഫൻസ് അക്കാദമി നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാവരും സെറ്റല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോട്ടോ. അടുത്ത സ്ലൈഡ് ബഹുവചന. ഓക്കെ, പ്ലൂറൽ സെൻറ്റൻസ്. പ്ലൂറൽ നേട്ടില്ലേ? പ്ലൂറൽ ബഹുവചനം എന്നാണ് എന്താ നമ്മളെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ, അല്ലേ? ഒന്നിൽ കൂടുതൽ എല്ലാത്തിനെയും നമ്മൾ ബഹുവചനം എന്ന് പറയും. 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, ഇതെല്ലാം ബഹുവചനമാണ്. ഇപ്പോൾ 2 ആളുകൾ ഇതൊരു ബഹുവചനമാണ്. 3 ആളുകൾ ബഹുവചനമാണ്. 100 ആളുകൾ അതൊരു ബഹുവചനമാണ്. ഒന്നിൽ കൂടുതൽ എത്രയാണോ അതിനെല്ലാം നമ്മൾ ബഹുവചനം അല്ലെങ്കിൽ പ്ലൂറൽ സെൻറ്റൻസ് എന്ന് പറയും. ആരും മറക്കൽ കേട്ടോ. സിംഗുലറിൽ പറഞ്ഞാൽ ഒന്ന്, പ്ലൂറൽ പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, അല്ലെങ്കിൽ സിംഗുലർ എന്നാൽ ഏകവചനം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ഓക്കെ, ബഹുവചനത്തിൽ പറയുന്നതാണ് ഞാൻ, അല്ലേ? ഞാൻ. അപ്പോൾ പലർക്കും ഡൗട്ട് അടിക്കും. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, അത് സിംഗുലറിൽ പെടുത്തൂലേ? എന്നാൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറ്റിക്കലി ഞാൻ എന്നതിനെ നമ്മൾ പ്ലൂറലായി കാണാൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, എപ്പോഴും ബഹുവചനത്തിൻ്റെ കൂടെയാണ് നിൽക്കുക. എന്താണ് ഞാൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണെങ്കിലും, മീനിങ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അല്ലേ? അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറലിൻ്റെ കൂടെ, എന്നാൽ ബഹുവചനത്തിൻ്റെ കൂടെയാണ് ഐയെ കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? മാറരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നാണ്, പക്ഷേ ബഹുവചനത്തിൻ്റെ കൂടെ പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്ത വേർഡ് നോക്കി, അല്ലേ? യു പറഞ്ഞാൽ എന്താ? നീ അല്ലെങ്കിൽ നിങ്ങൾ. യു ആർ സ്മാർട്ട്. യു ഈസ് വെരി ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. നിന്നെ കാണാൻ വളരെ ലുക്കായിട്ടുണ്ട്, അല്ലേ? വളരെ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ എന്നുള്ള വേർഡിനൊക്കെ നമ്മൾ യു എന്ന് പറയും. ഓക്കെ, നിങ്ങൾ അറിയുമ്പോൾ എന്താ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ? ഒരു ജനക്കൂട്ടത്തെ കണ്ട് യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ഗുഡ് ഒക്കെ നമ്മൾ പറയും, അല്ലേ? യു എന്ന് പറയുമ്പോൾ നിങ്ങൾ, ബഹുവചനം, കുറേ ആളുകളെ സൂചിപ്പിക്കുന്നതിനെ നമ്മൾ യു എന്ന് യൂസ് ചെയ്യുക, അല്ലേ? യു എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ. അടുത്ത വേർഡ് നോക്കൂ, ദേ പറഞ്ഞാൽ എന്താ? അവർ. ദേ പറഞ്ഞാൽ അവർ, അല്ലേ? മാറരുതിട്ട വീട് ദേ. അവർ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ആളുകളെ സൂചിപ്പിക്കൂലേ? അവർ ബഹുവചനമാണ്. ദേ പറഞ്ഞാൽ അവർ. വി അറിഞ്ഞാലോ? അടുത്ത വീട് വി അറിഞ്ഞാലോ? ഞങ്ങൾ. വി പറഞ്ഞാൽ ഞങ്ങൾ, അല്ലേ? ഞങ്ങൾ ഒരുപാട് പേര് സന്തുഷ്ടരാണ്. വി ആർ ഗുഡ്, ഞങ്ങളെ ഓക്കെയാണ്. വി ആർ ഓക്കെ, ഞങ്ങൾ ഓക്കെയാണ്. വി ആർ അണ്ടർസ്റ്റാൻഡ്, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതാണ് വി പറഞ്ഞാൽ ഞങ്ങൾ എന്നില്ല അർത്ഥം. ഓക്കെ കേട്ടോ, എല്ലാവരും അർത്ഥം മീനിങ്ങും നോട്ട് ബുക്ക് എടുത്ത് എഴുതി പഠിക്കണേ. ബേസിക്കായ ക്ലാസ്സാണ്. ഇംഗ്ലീഷ് അറിയാത്ത ഏതൊരാൾക്കും ഈ ബേസിക് ക്ലാസ് കണ്ടാൽ ഇംഗ്ലീഷിനോട് കൂടുതൽ ഇഷ്ടമായി വരും. അടുത്ത വാക്കെന്താ നോക്കൂ, ദേസ്. സിംഗുലർ നമ്മളെന്താ പറഞ്ഞത്? ദിസ് എന്നാണ്. ഇവ. ദേസ് പറഞ്ഞാൽ ഇവകൾ, അല്ലെ? ദേസ് ഇവകൾ. ദിസ് പറഞ്ഞാൽ ഇത്, ദേസ് ഇവകൾ. ദിസ് സിംഗുലറും ദേസ് പ്ലൂറൽ സെൻറ്റൻസുമാണ്. ഇവകൾ അറിയുമ്പോൾ കുറേ ഉണ്ടാവില്ലേ? പച്ചക്കറി പീടിയിൽ ഈ സാധനത്തിൻ്റെ വിലയൊക്കെ എത്ര ചോദിച്ചു? അപ്പോൾ ദേസ് വെജിറ്റബിൾസ് വിച്ച് ഈസ് പ്രൈസ് എന്ന് ചോദിച്ചാൽ നമ്മൾ
ഈ സാധനത്തിൻ്റെ പ്രൈസ് ഒക്കെ എത്രയാണെന്ന് ചോദിക്കുക, വിലകളൊക്കെ എത്ര, ഇവകളുടെ വിലകളൊക്കെ എത്രയാണ്. ദേസ് പറഞ്ഞാൽ ഇവകൾ, പഠിച്ചു വെക്കുക. അടുത്ത വേണം എന്താ നോക്കൂ, ദോസ്. ദോസ് എന്ന് പറഞ്ഞാലോ അവകൾ. ദോസ് എന്ന് പറഞ്ഞാൽ അവകൾ. അപ്പം നമ്മളപ്പം നോക്കിയത് ബഹുവചനം, പ്ലൂറൽ സെൻറ്റൻസ് എന്തൊക്കെയാണ് നോക്കി. ഐ, ഞാൻ. അത് മീനിങ്ങിൽ നമുക്ക് സിംഗിൾ സെൻറ്റൻസ് ആണെങ്കിലും ഐയെ നമ്മൾ പ്ലൂറലിൻ്റെ കൂടെ കൺസിഡർ ചെയ്യണം. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറ്റിക്കൽ പരമായി ഐയെ നമ്മൾ പ്ലൂറൽ ബഹുവചനമായി കൺസിഡർ ചെയ്യണം. പിന്നെ അടുത്തെന്താ യു. യു പറഞ്ഞാൽ നീ, നിങ്ങൾ. ദേ പറഞ്ഞാൽ അവർ. വി ഞങ്ങൾ. ദേസ് ഇവകൾ. ദോസ് അവകൾ. ഓക്കെ അല്ലേ, സെറ്റല്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം കേട്ടോ. ഓക്സിലറി വെർബ്സ്, സഹായക്രിയകൾ. ഓക്സിലറി വെർബ് പറഞ്ഞാൽ സഹായക്രിയകൾ. വെർബ് പറഞ്ഞാൽ എന്താ, ക്രിയകൾ, പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ വെർബ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. വെർബ്സ്, ക്രിയകൾ. ഓക്സിലറി വെർബ്സ് പറഞ്ഞാൽ വെർബിൻ്റെ സഹായ ക്രിയകൾ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സഹായക്രിയകളെ നമുക്ക് നോക്കാം കേട്ടോ. ആമ്, ഈസ്, ആറ്. ആമ്, ഈസ്, ആറ്. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? ആണ് അല്ലെങ്കിൽ ആകുന്നു. അയാം കേട്ടില്ല നിങ്ങൾ? അയാം, അയാം രാജു, ഞാൻ രാജു ആകുന്നു. ഹി ഈസ്. ഹി ഈസ് ആണ് എന്താ? ഹി എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ പഠിച്ചിനി? അവൻ. ഈസ് പറഞ്ഞാൽ അവനാണ്. ഹി ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടറാണ്. ഓക്കെ. അടുത്തെന്താണ്? ആറ്. ആറ് എന്ന് പറഞ്ഞാൽ എന്താ? അതും ആണ് എന്നുള്ള മീനിങ് ആണ് അല്ലേ? യു ആർ, യു ആർ, യു ആർ എ ഡ്രൈവർ, നിങ്ങളൊരു ഡ്രൈവറാണ്. യു ആർ എ ഡ്രൈവർ, നിങ്ങളൊരു ഡ്രൈവറാണ്. ഓക്കെ അല്ലേ? ആമ്, ഈസ്, ആറ്, ഇത് മൂന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ള മീനിങ് ആണ് തരുന്നത് അല്ലേ? ഇത് നമുക്ക് ഗ്രാമറിൽ ആവശ്യമുണ്ട് കേട്ടോ. ഗ്രാമറിൽ കൂടുതലായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതൊക്കെ വേർഡിൻ്റെ കൂടിയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാവും. ഇപ്പം നിങ്ങൾ മീനിങ് മാത്രം പഠിച്ചേക്കുക. ബേസിക് ക്ലാസ് ആണ്, മീനിങ് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. ആമ്, ഈസ്, ആറ് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ആകുന്നു. അടുത്ത നോക്കി, ഹാസ് ഓർ ഹാവ്. ഹാസ് ഓർ ഹാവ്, ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താ? ഉണ്ട്. ഉണ്ട് എന്നുള്ള മീനിങ് ആട്ടോ. ഹാസ് ഓർ ഹാവ് പറഞ്ഞാൽ ഉണ്ട്. ഹി ഹാസ് എ കാർ, അതിൻ്റെ മീനിങ് എന്താ? ഹി ഹാസ് എ കാർ, അവന് ഒരു കാറുണ്ട്. ഹി ഹാസ് എ കാർ. ഐ ഹാവ് എ കാർ പറഞ്ഞാലോ? ഐ പറഞ്ഞാൽ എന്താ? ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള അർത്ഥം വരും. ഐ പറഞ്ഞാൽ എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? വി ഹാവ് എ കാർ, ഞങ്ങൾക്ക് ഒരു കാറുണ്ട്. മനസ്സിലായില്ലേ? ഹാസ് ഓർ ഹാവ് പറഞ്ഞാൽ എന്താ അർത്ഥാക്കണത്? ഉണ്ട്. ഇനി അടുത്ത ഓക്സിലറി വെർബ് നോക്കാം. ഓക്സിലറി വെർബ് പറഞ്ഞാൽ സഹായ ക്രിയ കേട്ടോ. ഹാഡ്, അടുത്താണ് ഹാഡ്, മൂന്നാമത്തത്. ഹാഡ് പറഞ്ഞാൽ എന്താ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് ആണ് ഹാഡ് എന്ന് പറഞ്ഞത്. ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാറ് ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ കാർ, അവനൊരു കാറ് ഉണ്ടായിരുന്നു. വി ഹാഡ് എ കാർ, ഞങ്ങൾക്ക് ഒരു കാറ് ഉണ്ടായിരുന്നു. ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല മീനിങ്. ഓക്കെ അല്ലേ? അടുത്ത വേർഡ് എന്താ? അടുത്ത ഓക്സിലറി വെർബ് എന്താ? വാസ് ഓർ വേർ. വാസ് ഓർ വേർ ആണ് എന്താ അർത്ഥാക്കണത്? ആയിരുന്നു, ആയിരുന്നു. ഐ വാസ് ഓർ വേർ എന്നാൽ ആയിരുന്നു. ഓക്കെ. ഹി വാസ് എ ടീച്ചർ അറിയുമ്പോൾ, ഹി വാസ് എ ടീച്ചർ, അവൻ ഒരു ടീച്ചർ ആയിരുന്നു. ഷീ വാസ് എ ടീച്ചർ, അവനൊരു, ഷീ വാസ് എ ടീച്ചർ ആണെന്നാ അവളൊരു ടീച്ചർ ആയിരുന്നു. ഷീ വാസ് എ ടീച്ചർ. ഓക്കെ അല്ലേ? എന്താ? യു വേറെ ടീച്ചർ, നീ ഒരു ടീച്ചർ ആയിരുന്നു. അപ്പോൾ വാസ് ഓർ വേറെ എന്നതിന് അർത്ഥം എന്താ?
ആയിരുന്നു എന്നുള്ള മീനിങ്. ഓക്കെ അല്ലേ? അടുത്തത് ബി. ബി ഇ ബി. ബി ആണ് എന്താ? ആയിരിക്കും. ആയിരിക്കും എന്നുള്ള അർത്ഥമാണ് ബി. ഒരു സെൻറ്റൻസ് നമ്മൾ എങ്ങനെ വായിക്കാം? ഐ വിൽ ബി എ ഡോക്ടർ. ഐ വിൽ ബി എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആയിരിക്കും. ഞാനൊരു ഡോക്ടർ ആയിരിക്കും. ഹി വിൽ ബി എ ടീച്ചർ. അവനൊരു ടീച്ചർ ആയിരിക്കും. ഷീ വിൽ ബി എ ടീച്ചർ. അവളൊരു ടീച്ചർ ആയിരിക്കും. അപ്പോൾ ബി എന്നുള്ള അർത്ഥം എന്താണ്? ആയിരിക്കും. അടുത്ത ഓക്സിലറി നോക്കാം. ബീൻ. 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 ബി ഇ ഇ എൻ. ബീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആകുമായിരുന്നു എന്നുള്ള മീനിങ് ആണ്. ആകുമായിരുന്നു. ഓക്കെ, നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഐ ഹാവ് ബീൻ എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകുമായിരുന്നു എന്നർത്ഥം. ഐ ഹാവ് ബീൻ എ ടീച്ചർ എന്നാൽ ഞാനൊരു ടീച്ചർ ആകുമായിരുന്നു. ഇതെല്ലാം നമുക്ക് ഗ്രാമറിൽ വരും കേട്ടോ. ഗ്രാമർ, ടെൻസ് പറയും. ടെൻസ് അറിയുമ്പോൾ കാലഘട്ടങ്ങളെ പറ്റി പറയുന്നത്. അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ അതിന് മുന്നോടിയായി ഇതിൻ്റെ കുറച്ച് മീനിങ് നിങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എന്നാലേ നിങ്ങൾക്ക് ടെൻസ് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ കേട്ടോ. അടുത്ത നമ്മളെന്താണ്? വില്ല് ഓർ ഷാൾ. വിൽ ഓർ ഷാൾ എന്ന് പറയാം. എന്നുള്ള അർത്ഥം. ഭാവിയിലേക്ക് നമ്മൾ അതായത് ഐ വിൽ കം ടുമോറോ. ഐ വിൽ കം ടുമോറോ. ഐ എന്നാൽ ഞാൻ. വിൽ കം എന്ന് പറഞ്ഞാലോ വരും. കം എന്ന് പറഞ്ഞാൽ വരിക എന്നുള്ള മീനിങ് ആണ് കം എന്ന് പറയാം. ഐ വിൽ കം എന്ന് പറയുമ്പോൾ ഞാൻ വരും. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. ഞാൻ നാളെ വരും. എന്നുള്ള അർത്ഥം തരും. അതാണ് വില്ല് ഓർ ഷാൾ എന്നുള്ള അർത്ഥം തന്നെ. ഓക്കെ, ഹി വിൽ കം. ഹി വിൽ ഗോ. ഹി വിൽ ഗോ പറഞ്ഞാൽ എന്താ മീനിങ്? ഹി പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിനി? അവൻ. വിൽ ഗോ പറഞ്ഞാലോ ഗോന്റെ മീനിങ് എന്താ? ഗോ, പോവുക. ഓക്കെ, പോവുക. ഹി വിൽ ഗോ ഹി വിൽ ഗോ എന്ന് പറഞ്ഞാൽ അവൻ പോകും എന്നല്ല മീനിങ് കേട്ടോ. ഹി വിൽ ഗോ പറഞ്ഞാൽ അവൻ പോകും. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഓക്സിലറി വെർബ്സ് ആണ് എന്താ പഠിച്ചിനി? ഓക്സിലറി വെർബ്സ് പറഞ്ഞാൽ സഹായ ക്രിയകൾ. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആം, ഈസ്, ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നല്ലേ മീനിങ്. ഹാസ് ഓർ ഹാവ് പറഞ്ഞാൽ ഉണ്ട്. ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. വാസ് ഓർ വേർ പറഞ്ഞാൽ ആയിരുന്നു. ബി പറഞ്ഞാൽ ആയിരിക്കും. ബീൻ ആകുമായിരുന്നു. വിൽ ഓർ ഷാൾ എന്നുള്ള അർത്ഥം. ഐ വിൽ കം ഞാൻ നാളെ വരും. പോകും ടീച്ചറാകും. എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ വിൽ ഓർ ഷാൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ?